ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വീറ്റ് കുബൂസിൻ്റെ റെസിപ്പിയാണ്. ഇത് ഈസ്റ്റ് ഇല്ലാണ്ട് ചെയ്യുന്നൊരു കുബൂസാണ് കേട്ടോ. അപ്പോൾ ഈസ്റ്റ് ചേർത്തിട്ടുണ്ടാക്കുന്നൊരു കുബൂസ് റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ മൈദയിൽ നമ്മൾ ഈസ്റ്റ് ഇല്ലാണ്ട് ചെയ്തൊരു കുബൂസിൻ്റെ റെസിപ്പി ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml ഒരു കപ്പാണ് കേട്ടോ. കറക്റ്റ് അളന്നിട്ട് തന്നെ ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും മസ്റ്റായിട്ട് തന്നെ നിങ്ങൾ ചേർക്കണം കേട്ടോ. ഏതെങ്കിലും ഒന്ന് ചേർത്താൽ പോരാ. ഇനി 1 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈരിന് പകരം നിങ്ങൾക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് വേണമെങ്കിലും ചേർക്കാം. ഏതായാലും കുഴപ്പമില്ല കേട്ടോ, ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ടാണ്. ഈ ചെറിയ ചൂടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തീൻ്റെ മാവ് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒന്നിച്ച് തന്നെ അങ്ങനെ ഒഴിക്കരുത് കേട്ടോ, അപ്പോൾ വെള്ളം കൂടിപ്പോകും. കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ഒഴിച്ചാൽ മതി. ഒരുപാട് തിളപ്പിച്ച വെള്ളമല്ല ചേർക്കേണ്ടത് കേട്ടോ, ചെറിയൊരു ചൂടുള്ള വെള്ളം മാത്രം മതി. നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചപ്പാത്തിയുടെ ആ ഒരു പാകത്തിനാണ് കുഴക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അരമണിക്കൂർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 15 മിനിറ്റ് വെച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ തുറന്ന് കാണിക്കുന്നത്. അപ്പോൾ മാവ് ഒരുപാട് പൊങ്ങിയൊന്നും വരില്ല കേട്ടോ. ഈസ്റ്റ് ചേർക്കുമ്പോഴാണ് പൊങ്ങി വരുള്ളൂ. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ആവും മാവ് ഇരിക്കുക. അതിൻ്റെ ഉൾഭാഗമൊക്കെ ശരിക്കും നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് എടുക്കുന്നുണ്ട് ഞാൻ. ഇത് നിങ്ങൾക്ക് ഏത് വലുപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഓരോ ഉരുളകളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുക. കുബൂസ് ഒരുപാട് ചെറുതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഞാനൊരു സാധാ കുബൂസിൻ്റെ വലുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ഉരുളകളാണ് ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിൽ നമുക്ക് ഒരു 5 ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചപ്പാത്തി പരത്തിയെടുക്കുന്ന പോലെ തന്നെ കുറച്ച് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുക. ഇപ്പോൾ കറക്റ്റ് റൗണ്ട് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഷേപ്പ് അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറച്ചിട്ടല്ല പരത്തേണ്ടത്. ഇനി ബാക്കിയുള്ള എല്ലാം ഞാൻ അതുപോലെ തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പരത്തിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് കനം കുറച്ചിട്ട് പരത്തിയെടുക്കരുത്. കുറച്ച് കട്ടിയായിട്ട് തന്നെ പരത്തിയെടുക്കുക കേട്ടോ. ബാക്കിയുള്ള മൊത്തം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ മൈദയിൽ ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഗോതമ്പ് പൊടിയിൽ ചെയ്തുകൂടെ എന്നൊക്കെ. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അന്ന് ഞാനിതിൽ ചെറുനാരങ്ങ നീരാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അതിന് പകരമായിട്ട് തൈര് ചേർത്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. തൈര് ചേർത്താലും നന്നാവും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയെല്ലാം നമുക്കിതുപോലെ തന്നെ പരത്തിയെടുക്കാം. ഇനി നമുക്കിത് ചൂടായ ഒരു തവയിലിട്ടിട്ട് ചുട്ടെടുക്കാം. തവ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളെ കയ്യിൽ പാനിലാണോ ദോശക്കല്ലിലോ ഒക്കെ വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ തവ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ തീ കൂട്ടി വെക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പുറം ഭാഗം കരിഞ്ഞു പോവും, നന്നായിട്ട് പൊങ്ങി വരില്ല കേട്ടോ. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഉൾഭാഗം കറക്റ്റായിട്ട് വേവാവുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു ഭാഗം ആയി വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചു മറിച്ചു വിട്ടിട്ട് 2 ഭാഗം പൊങ്ങി വരുന്ന സമയത്തൊന്ന് തവയിൽ നിന്ന് കോരി മാറ്റുക. സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ ചുട്ടെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ. ഈ ചുട്ട ഓരോ കുബൂസും നമ്മൾ പുറത്തങ്ങനെ
വെക്കരുത് കേട്ടോ. അതൊരു പ്ലേറ്റ് കൊണ്ടൊന്നും അടച്ച് വെക്കരുത്. അപ്പോൾ വിയർപ്പ് ഇതായിട്ട് ആ കുബൂസ് ഒരു ഇത് വരും. അപ്പോൾ ഒരു ടവൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ചുട്ടിട്ട് നമ്മളിങ്ങനെ തുറന്ന് വെക്കരുത് കേട്ടോ. ചുട്ടെടുത്തൊക്കെ ഒരു ടവൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക. ഒരു നല്ല തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തം ഞാൻ അതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ തവയിൽ നിന്ന് കോരി മാറ്റുക കേട്ടോ. ഒരുപാട് സമയം നമ്മൾ തീയിൽ വെക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബലം വെക്കൂട്ടോ, ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഗോതമ്പിൽ ചെയ്യുന്ന സമയത്ത് മൈദേൻ്റെ അത്ര ഇത് വരില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു മാവ് കുഴച്ചതും എല്ലാം ഒന്ന് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അത് നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കറികളുടെ കൂടെ കഴിക്കാം, ഒക്കെ ചെയ്യുക. അതുപോലെ മസൂബ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഈ ഒരു ഗോതമ്പ് റൊട്ടി യൂസ് ചെയ്യാം കേട്ടോ. മസൂബിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കുക. അപ്പോൾ ഞാനതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ലിങ്കൊക്കെ ഷെയർ ചെയ്യുക. നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുബൂസാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വരുന്ന സമയത്ത് ഇതുപോലെ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഇല്ല വിചാരിച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല എന്നാരും വിചാരിക്കരുത്. ഈസ്റ്റ് ഇല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കുബൂസ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പറഞ്ഞ പോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.